കളമശ്ശേരിയിൽ ഒരു ഉദ്ഘാടന ചടങ്ങിൽ റിമോട്ട് കൺട്രോൾ ഉപയോഗിച്ചു ഉദ്ഘാടക ഫലകത്തിൻ്റെ അത് മൂടിയിരിക്കുന്ന കർട്ടൻ മാറ്റാൻ വേണ്ടി ഒരുപാട് ശ്രമം നടത്തി പരാജയപ്പെട്ട് ഒടുവിൽ കൈകൊണ്ടുപോയി ആ കർട്ടൻ മാറ്റി ഫലകം അനാച്ഛാദനം ചെയ്യുന്ന കേരളത്തിൻ്റെ പ്രഗത്ഭനായ വ്യവസായ മന്ത്രി പി രാജീവിനെയാണ് നമ്മൾ അവിടെ കാണുന്നത്. നോക്കൂ, ഇത് ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരു പുതിയ കാഴ്ചയൊന്നുമല്ല ഉദ്ഘാടനത്തിന് ഇതുപോലെ റിമോട്ട് കൺട്രോൾ ഉപയോഗിക്കുന്നത്. ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഏറ്റവും കുറഞ്ഞൊരു 100 വേദിയിലെങ്കിലും അദ്ദേഹം ഇത് ഉപയോഗിച്ചിട്ടുണ്ട്. ഇതൊക്കെ എത്രയോ വർഷമായിട്ട് നമ്മൾ കാണുന്നതാണ്. പക്ഷേ അവിടെയൊന്നും ഇതേപോലെ ഉദ്ഘാടകൻ തേഞ്ഞ് ഒട്ടി ചമ്മി നാറി നിൽക്കേണ്ട ഒരു അവസ്ഥ ഇതുവരെ കണ്ടിട്ടില്ല. അതിനു മുമ്പ് തന്നെ പലതവണ പരീക്ഷിച്ച് കുഴപ്പമൊന്നുമില്ല എന്ന് സംഘാടകർ ഉറപ്പ് വരുത്തിയിട്ടാണ് ഉദ്ഘാടകനെ ക്ഷണിക്കുകയും ഉദ്ഘാടകൻ ഈ റിമോട്ട് കൺട്രോൾ അമർത്തി ഉദ്ഘാടനം ചെയ്യുകയും ചെയ്തത്. ഇവിടെ പക്ഷേ വ്യത്യാസമുണ്ട്. എല്ലാ കാര്യത്തിലും ലോകത്ത് നമ്പർ 1 ആണ് കേരളം എന്നാണ് തള്ളി മറിക്കുന്നത്. എന്നിട്ട് വളരെ നിസ്സാരമായിട്ടുള്ള ഒരു സംവിധാനം പോലും ഏത് രീതിയിലാണ് കൈകാര്യം ചെയ്തത് എന്ന് നോക്കുക. ഒടുവിൽ മന്ത്രി രാജീവിന് ആ ഫലകത്തിൻ്റെ അടുത്തേക്ക് പോയി കൈകൊണ്ട് അത് മാറ്റി അനാവരണം ചെയ്തു ഉദ്ഘാടനം ചെയ്യേണ്ട അവസ്ഥയിലെത്തി. തള്ളി മറിക്കാൻ ഇവറ്റകളെ കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഈ മന്ത്രി തന്നെയാണ് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് 3,50,000-ഓളം പുതിയ സംരംഭകർ, എനിക്ക് തെറ്റിയതല്ല കേട്ടോ, 3,50,000-ഓളം പുതിയ സംരംഭകർ കഴിഞ്ഞ 10 വർഷത്തിനകത്ത് കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നാണ് തള്ളിമറിച്ചത്. നമുക്ക് ആകെ 14 ജില്ലയേ ഉള്ളൂ. അതായത് ഒരു ജില്ലയിൽ 25,000 പുതിയ സംരംഭങ്ങൾ. അപ്പോൾ ഏതാണ് സംരംഭം എന്ന് നമ്മൾ ചോദിക്കാൻ പാടില്ല. ലോട്ടറി വിൽക്കുന്നവരാവാം, തട്ടുകട ഇട്ടിരിക്കുന്നവരാവാം, തട്ടുദോശ വിൽക്കുന്നവരാവാം, എന്താ പറയുക, ഈ റെയിൽവേ സ്റ്റേഷനിലും അല്ലെങ്കിൽ ബസ് സ്റ്റാൻഡിലുമൊക്കെ പേനയും അതുപോലുള്ള ചെറിയ 10 രൂപയുടെ പുസ്തകമൊക്കെ വിൽക്കുന്നവരാവാം. ഇവരെല്ലാം സംരംഭകരാണ്. ഇവരെല്ലാം കൂടെ ഉൾപ്പെടുത്തിയിട്ടായിരിക്കാം 3,50,000. ഇത് KSRTC ബസ്സിൻ്റെ പുറകിലൊക്കെ എഴുതി വെച്ചിട്ടുള്ളതാണ് കേട്ടോ. പിണറായി വിജയൻ്റെ പടവും കൊടുത്തിട്ട് എഴുതി വെച്ചിരിക്കുന്ന കാര്യമാണ്, ഞാൻ വെറുതെ പറയുന്നതല്ല. 14 ജില്ലയുള്ള കേരളത്തിൽ 3,50,000 പുതിയ സംരംഭകർ എന്ന് പറയുമ്പോൾ ഇവരൊക്കെ എവിടെയാണ് എന്ന് നമ്മൾ തിരിച്ചു ചോദിച്ചാൽ ഭൂമിക്കടിയിലാണെന്ന് ഒരുപക്ഷെ ഇവർ പറഞ്ഞേക്കും. അപ്പോൾ അത്രയും കഴിവുള്ള ഒരു മന്ത്രി കേവലം നിസ്സാരമായ, ഇവിടെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി 100 കണക്കിന് വേദികളിൽ ചെയ്തിട്ടുള്ളൊരു കാര്യം നമ്മളത് പലതവണ കണ്ടിട്ടുണ്ട്. അതേ സംഗതി ഒരു റിമോട്ട് കൺട്രോൾ ഉപയോഗിച്ച് പ്രവർത്തിപ്പിക്കാൻ ശ്രമിച്ച് പരാജയപ്പെട്ട് ഒടുവിൽ കൈകൊണ്ട് ചെയ്യേണ്ട അവസ്ഥയിലെത്തി നിൽക്കുന്ന ഈ മന്ത്രിക്ക് തള്ളിമറിക്കുന്ന കാര്യത്തിൽ മാത്രം ഒരു പിശുക്കും കാണിക്കാറില്ല. അദ്ദേഹത്തിൻ്റെ കണക്കിൽ ലക്ഷക്കണക്കിന് ആളുകളാണ് കേരളത്തിൽ പുതുതായിട്ട് സംരംഭം തുടങ്ങിയിരിക്കുന്നത്. സമ്മതിച്ചു കൊടുത്തല്ലേ പറ്റൂ.